പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മലയാളികൾ ഓണത്തിരക്കിലേക്ക് എത്തുകയാണ്. ഓണത്തിന്റെ ഒരുക്കങ്ങൾ നമ്മുടെ വിപണികളിൽ ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പല വ്യാപാര സ്ഥാപനങ്ങളും ഈ ഓണവുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളൊക്കെ ആരംഭിച്ചത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതേസമയം സർക്കാർ സംവിധാനങ്ങളും ഏറ്റവും ക്രിയാത്മകമായി ഇടപെടേണ്ട ഒരു സമരമാണ്. ഒരുപക്ഷെ കേരളത്തിലെ വിപണികളിലേക്ക് ഏറ്റവും അധികം പണം എത്തുന്ന സമയം, മലയാളികൾ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന സമയം കൂടിയാണ് ഓണം എന്നതാണ്. അവിടെയാണ് ഈ ഓണം ഒരുക്കങ്ങളുടെ അവസാന ഘട്ടത്തിലേക്ക് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പും സപ്ലൈകോയും കടന്നു എന്നും അങ്ങനെ ഭക്ഷ്യവസ്തുക്കളുടെ വില നിയന്ത്രിക്കുന്നതിനും അവശ്യ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള നിരവധി പരിപാടികൾ സ്വീകരിച്ചു എന്നും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അനൂപ് ജേക്കബ് പറയുന്നത്. ഇതിനായി 1,65,932 മെട്രിക് ടൺ അരിയും 24,506 മെട്രിക് ടൺ ഗോതമ്പും വിപണിയിലേക്ക് എത്തിക്കും എന്നാണ് മന്ത്രി പറയുന്നത്. ഓണം പ്രമാണിച്ച് മുൻഗണനേതര വിഭാഗത്തിന് സ്പെഷ്യൽ അരി വിതരണം അടുത്ത മാസം ആരംഭിക്കും. അടുത്ത മാസം എന്ന് പറയുമ്പോൾ പ്രിയ പ്രേക്ഷകർ ഓർക്കേണ്ടത് ഇനി 2 ദിവസം കൂടിയാണ് ബാക്കിയുള്ളത്. നീലക്കാടുകാർക്ക് 3 കിലോ അരി 10.9 രൂപ നിരക്കിലും 2 കിലോ ഗോതമ്പ് 8.7 രൂപ നിരക്കിലും നൽകും എന്നാണ് ഭക്ഷ്യമന്ത്രി പറയുന്നത്. ഓണത്തോടനുബന്ധിച്ച് AAY വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നതിനായി 53 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എന്നുകൂടിയാണ് പറയുന്നത്. 6 ലക്ഷത്തിലധികം സൗജന്യ ഓണക്കിറ്റാണ് ഇത്തവണ തയ്യാറാക്കുക. ഈ ഓരോ കിറ്റിലും 16 ഇനങ്ങൾ കൂടിയുണ്ട് എന്നാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രിയ പ്രേക്ഷകരെ, ഓണക്കിറ്റ് തീർച്ചയായും കേരളത്തിലെ വലിയൊരു വിഭാഗം ആളുകൾക്കും ആശ്വാസമാണ് എന്നതാണ്. നമ്മൾ പണ്ടു മുതലേ പറഞ്ഞു പോരുന്ന ശീലമുണ്ട്, കാണം വിറ്റും ഓണം ഉണ്ണണം എന്നുള്ളത്. ഒരുപക്ഷെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമാകുന്ന ഒരു സീസൺ ആണ് ഈ ഓണം എന്നതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഓണം 1 മാസം അകലെ നിൽക്കെ ഇപ്പോഴത്തെ വിപണിയുടെ അവസ്ഥ എന്താണ്? സംസ്ഥാനത്ത് അരിയുടെയും പലവ്യഞ്ജനങ്ങളുടെയും വില കുതിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. മട്ടയരിക്ക് 2 ആഴ്ച കൊണ്ട് 10 രൂപയാണ് കൂടിയത്. 1 കിലോ അരിക്കാണ് ഈ വർധനവ് എന്നതാണ് എടുത്തു പറയേണ്ടത്. സുരേഖ, ജയ, പൊന്നി തുടങ്ങി ഈ ജനങ്ങൾ, അതായത് മലയാളികൾ അധികമായും ഉപയോഗിക്കുന്ന ഇനങ്ങൾക്കെല്ലാം തന്നെ വില വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യമാണ്. ഒപ്പം നമ്മുടെ അടുക്കളകളിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത മറ്റു ചില ധാന്യങ്ങളും പലവ്യഞ്ജനങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഉഴുന്ന്, പരിപ്പ്, പയറ്, ഇത്തരം ഉൽപ്പന്നങ്ങളുടെ എല്ലാം തന്നെ വില 5 രൂപ മുതൽ 10 രൂപ വരെ 1 കിലോയ്ക്ക് വർദ്ധിച്ചു എന്നതാണ് സാഹചര്യം. പഞ്ചസാരയുടെ വിലയും ഉയർന്നിട്ടുണ്ട്. 44 രൂപയിൽ നിന്ന് 50 രൂപയിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നമ്മൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എറണാകുളത്തെ മാർക്കറ്റിൽ നിന്ന് ഡാനിപ്പോൾ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ആദ്യം. സംസ്ഥാനത്ത് അരിയുടെ വിലയിൽ വലിയ രീതിയിലുള്ള ഒരു വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ശരാശരി കഴിഞ്ഞ ഒരു 2 ആഴ്ച കാലം കൊണ്ടതാണ് ഈ ക്രമാതീതമായിട്ട് വില വ്യാപാരികൾ പറയുന്നത്. അവർക്ക് താങ്ങി നിർത്താൻ കഴിയുന്നതിനപ്പുറത്തേക്കെല്ലാം തന്നെ വില കുതിക്കുന്നു എന്നതാണ്. 4 രൂപ മുതൽ 10 രൂപ വരെ, അതായത് ഈ സുരേഖ, ജയ, പൊന്നി തുടങ്ങിയ വളരെ ജനപ്രിയമായ സാധാരണക്കാരുടെ അരി ബ്രാൻഡുകൾ ആ രീതിയിലേക്ക് ഒരു 6 രൂപ വരെ ഇതിനെല്ലാം വില വ്യത്യാസം വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് മട്ട അരിക്ക് 10 രൂപ വരെ ഉയർന്നിരിക്കുന്നു എന്നാണ് വ്യാപാരികൾ പറയുന്നത്. നമ്മൾ എറണാകുളം മാർക്കറ്റിലാണ്, മൊത്ത വ്യാപാര ആ ഒരു കേന്ദ്രത്തിലാണ് ഇവിടെ വർഷങ്ങളായി ഇവിടെ വ്യാപാരം നടത്തുന്ന ഫിലിപ്പ് അബ്രഹാം. അദ്ദേഹം ഈ അരിയാണ് കൂടുതലായിട്ട് അദ്ദേഹത്തിന്റെ വ്യാപാര മേഖലയിലുള്ളത്. ഈ കഴിഞ്ഞ കാലത്തിനിടയ്ക്ക് ഇതുപോലെ ഒരു വില ഉയർച്ച ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനൊരു വ്യത്യാസം ഈ അടുത്തെങ്കിലും അങ്ങനെ എന്റെ ഒരു ഓർമ്മയിൽ ഇത്രയും വ്യത്യാസം ഉണ്ടായിട്ടില്ല. അവർ പറയണ നെല്ലിന്റെ സ്കേഴ്സിറ്റി ആണെന്നാണ് പറയണത്. നെല്ലില്ല, പിന്നെ മഴയുടെ അഭാവം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നെല്ല് വളരെ കുറഞ്ഞു. അപ്പൊ സാധനം അവർക്കില്ല, ഷോർട്ടേജാണ്, ഭയങ്കര ഷോർട്ടേജാണ്. ഈ വിവിധ അരികളുടെ ഒരു വില വ്യത്യാസം ജയ സുരേഖയിൽ ഒരു 4 രൂപയുടെ വ്യത്യാസവും മട്ട അരിയിൽ ഒരു 10 രൂപയുടെ വ്യത്യാസവും അതാണ് കൂടുതലായിട്ട് വന്നേക്കുന്നത്. ഇപ്പോഴത്തെ ഒരു കറണ്ട് പ്രൈസ് ഇപ്പം സുരേഖ അരി 46 ഉണ്ടായിരുന്നു 50 രൂപയായി, ജയ 40 രൂപ ഉണ്ടായിരുന്നു 44 പച്ചരി 30 ഉണ്ടായിരുന്നു 34 മുതൽ 46 വരെയായി, പൊന്നിയരി ഏകദേശം 40 ഉണ്ടായിരുന്നതാണ് 49 50 വരെയായി. ഇതാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് നിലവാരം. മട്ടയരിക്ക് അങ്ങനെ 10 രൂപ വെച്ച് കൂടിയിരിക്കുന്നത്, 10 രൂപ വെച്ച് കൂടിയിരിക്കുന്നത് 60 രൂപ വരെ വന്നു. ഇതനുസരിച്ച് തന്നെ പഞ്ചസാരയുടെ വില 10 രൂപ, ഉഴുന്ന് 25 രൂപ, എല്ലാ സാധനത്തിനും വ്യത്യാസമാണ്. ഓണം ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഇതുമായിട്ട് ബന്ധം ഒരു അല്ലല്ല. ഓണം ഇനിയും വരുമ്പോൾ തന്നെ ഇല്ല, അങ്ങനത്തെ ഇതിനകത്ത് ഊഹക്കച്ചവടം ഇല്ല. അവിടെ ഇല്ല. നമ്മൾ 1000 ചാക്കി വെച്ചാൽ 250-300 ചാക്കേ കിട്ടുന്നുള്ളൂ. കിട്ടാനില്ല. പ്രത്യേക അവര് സ്പോട്ട് ഉള്ളതുകൊണ്ടാണ്
ഈ രീതിയിലേക്ക് വന്നേക്കുന്നത്. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാവുന്ന നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയൊന്നുമല്ല. ഇപ്പോഴത്തെ പോക്ക് എങ്ങനെയാണെന്നൊരു ട്രെൻഡില്ല. ഈ ഓണത്തിനുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല നമുക്ക്. കാരണം ഇന്നത്തെ റേറ്റ് അല്ല നാളത്തെ റേറ്റ് അല്ല മറ്റന്നാള്. അങ്ങനെ ഒരു വല്ലാത്തൊരു സാധാരണക്കാർ പെട്ടുപോകുന്നൊരു അവസ്ഥയാണ്. അതായത് അരിഭക്ഷണം കഴിക്കുന്ന അവരൊക്കെ മറ്റേ 4 നേരം എന്നുള്ള 1 നേരമൊക്കെ ആക്കി, അങ്ങനെ പിന്നെ അത് മറ്റേതിലേക്ക് മാറി, അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത്. ഏതായാലും ഒരു പൂഴ്ത്തിവയ്പ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിലില്ല. ഇപ്പോൾ വന്നിരിക്കുന്നത് അരി കിട്ടാനില്ലാത്തൊരവസ്ഥ. പ്രത്യേകിച്ച് നമുക്കറിയാം തമിഴ്നാട്, ആന്ധ്ര എല്ലാം തന്നെ ആശ്രയിക്കുന്ന ഇടങ്ങളിൽ കൂടുതൽ കയറ്റുമതി എന്നതുകൊണ്ടാണ് ഈ ഒരു വലിയ തിരിച്ചടി എന്ന് പറയുന്നത്. ഇതാണ് അരിയുടെ ഒരവസ്ഥ എന്ന് പറയുന്നത്. ഇനി ധാന്യങ്ങൾ അത് ഏത് രീതിയിലാണെന്നത് കൂടി നമുക്ക് പരിശോധിക്കാം. അരിയുടെ മാത്രമല്ല വില ഉയരുന്നത്, മറ്റ് ധാന്യങ്ങൾ അതിന്റെ ആ കാര്യങ്ങളിലെല്ലാം തന്നെ വില വർധനവിലേക്ക് തന്നെ വരികയാണ്. നമ്മൾ ബ്രോഡ്വേയിലാണ്. ബ്രോഡ്വേയിൽ മെഴിക്കാട്ടിൽ ട്രേഡേഴ്സ് ഏജൻസിയാണ്. അവർ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മൊത്ത വ്യാപാര കേന്ദ്രമാണ്. ഇവിടെ അൽഹാദ് ഇതിന്റെ ഉടമയാണ്. എന്തുമാത്രം മാറ്റം വന്നിട്ടുണ്ട്? കാരണം അരിയുടെ വിലയിൽ വലിയ രീതിയിലേക്ക് മാറ്റങ്ങൾ കഴിഞ്ഞ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വന്നു എന്നാണ് പറയുന്നത്. ധാന്യങ്ങളിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ്? ധാന്യങ്ങളൊരു സീസൺ അനുസരിച്ച് ഉഴുന്നിന് ഇപ്പൊ ഒരു 15-20 രൂപയോളം കിലോന് മാറ്റം വന്നിട്ടുണ്ട്. 20-25 രൂപയോളം മാറ്റം വന്നിട്ടുണ്ട് ഉഴുന്നിന്. പിന്നെ പരിപ്പൊക്കെ സീസണിന്റെ ഒരു വ്യത്യാസങ്ങളാണ്. പിന്നെ ചെറുപയറ്, കടല പല വേരിയന്റ് ഉണ്ടെങ്കിൽ എല്ലാത്തിനും വില ഒരു 5 രൂപയോളം ഒരു കിലോന് കൂടെ. അത് ലോറി വാടകയാണ് അതിന്റെ അകത്ത് മെയിനായിട്ട് കൂടുതലായിട്ട് വന്നേക്കുന്നത്. ഇന്ധനവില ഇല്ലില്ല, അത് മെയിനാണ്. ഇപ്പൊ കുറെ ജബൽപൂര്, നാഗ്പൂര് എന്നുള്ള ഈ പരിപ്പൊക്കെ വരണത്. അപ്പൊ അത്രയും വാടക അതിന് ചേഞ്ച് വരും. പിന്നെ പഞ്ചസാര കരിമ്പിന്റെ ക്രോപ്പ് കുറച്ച് ഈ തവണ കുറവാണെന്ന് പറയണ്. അപ്പൊ ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്കും എഫക്ട് ശരിക്കും. പഞ്ചസാര 44 എന്നുള്ളത് ഇപ്പൊ 50 ഇന്നിപ്പോ 49-30 നമ്മളുടെ റേറ്റ്. ഈ ഓണം സീസണൊക്കെ അടുത്ത് വരികയില്ല. ഓണം ഇവിടെ കേരളത്തിൽ മാത്രമുള്ളതാണ് ഓണം. അപ്പൊ അതിന് തമിഴ്നാട് പുറത്തുനിന്നുള്ളതിന് ചെറിയൊരു നമ്മളുടെ ഡിമാൻഡ് കുറച്ച് വരുമെന്നല്ലാതെ ഇവിടെ ഉള്ള വെളിച്ചെണ്ണ, കുത്തരി അങ്ങനെയുള്ളതിനാണ് ഓണത്തിന് മാറ്റം വരുള്ളൂ. ധാന്യങ്ങളെല്ലാം അതേ വില തന്നെ അങ്ങനെ മാറ്റം ചെറുതായിട്ട്. ഇപ്പൊ വണ്ടി കിട്ടാനുള്ള ബുദ്ധിമുട്ട്, ഇപ്പൊ ഓറഞ്ചിന്റെ സീസൺ ആകുമ്പോൾ വണ്ടി കിട്ടില്ല. അതുപോലുള്ള സീസണിൽ ഒരു ധാരണ എന്ന് പറയുമ്പോൾ ഇതൊരു ഊഹക്കച്ചവടം പോലെ, പൂഴ്ത്തിവെപ്പ് പോലെ, ഇതെല്ലാം അതൊക്കെ കൊണ്ട് ഇങ്ങനെ കൃത്രിമമായ വില ഉയരുന്നു എന്നുള്ളൊരു പബ്ലിക്കിന് അങ്ങനെ ഒരു ഇല്ല. അങ്ങനെ പറയാം. എപ്പോഴും ഇത് മറ്റേ ഫ്രിഡ്ജിൽ മറ്റേ ഈ ഇത് സൂക്ഷിക്കണമുണ്ട്. അത് പുറത്തു വെച്ച് സൂക്ഷിച്ചാൽ 1 മാസം തന്നെ ഡേറ്റ് ഉള്ളൂ. പിന്നെ അപ്പൊ അതങ്ങനെ ഒരു കരിഞ്ചന്ത പോലെ വെച്ച് വിൽക്കാൻ പറ്റിയൊരു സാധനം അല്ല ധാന്യങ്ങള്. പിന്നെ ഫ്രീസറിലൊക്കെ AC-ലൊക്കെ വയ്ക്കുന്നവർക്ക് അതിനുള്ള ചാർജ് അവർക്ക് വരുമല്ലോ. അപ്പൊ സീസൺ ആ റേറ്റ് മോശമായി കഴിഞ്ഞാൽ അവർക്ക് അത് എഫക്ട് ചെയ്യും. അതുകൊണ്ട് അങ്ങനെ വലിയ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ളവരാണ്. അപ്പൊ അവരൊക്കെ ശരിക്കും ഇത് പിടിച്ചു നിർത്താൻ നല്ലതാണ് അവര്. അല്ലാണ്ട് ഒരിക്കലും അതിന് പറയാൻ പറ്റില്ല. ഉടനെ കുറയാനുള്ള ഒരു സാധ്യത. ഇനിയിപ്പോ ഈ ഇന്ധനത്തിന്റെ ഒരു പ്രശ്നം കാര്യമായിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ഐറ്റത്തിന് ചെറുതായിട്ടൊന്നും ഇത് വന്നാൽ അതിനെ ഇത് ചെയ്തിട്ട് കംപ്ലീറ്റ് സാധനങ്ങളും അങ്ങനെ ഒരു പോസിറ്റീവ് ഇതിലേക്ക് പോകും. സാധാരണഗതിയിൽ ഇപ്പോ മത്സ്യത്തിനും മാംസത്തിനും ഇതിനെല്ലാത്തിനും വില ഉയർന്നു, പച്ചക്കറിക്ക് ഉയർന്നു. പിന്നെ തിരിഞ്ഞ് ഇതിലേക്ക് ഈ വണ്ടി വാടകയുടെ പ്രശ്നമാണ് മെയിനായിട്ട് പറഞ്ഞത്. പിന്നെ ഇവിടെ കുറവല്ലേ. പിന്നെ മീനിന്റെ ഇപ്പൊ ഈ 30-ാം തീയതി വരെ ട്രോളിംഗ് നിരോധനമാണ്. അതിപ്പോ 30-ാം തീയതി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് മാറ്റം വരും. അങ്ങനെയൊക്കെ പോകും. ഈ ഒരു ഉത്സവ സീസൺ വരുമ്പോ ഇപ്പൊ ഞാനൊരു 50 രൂപയ്ക്ക് പരിപ്പെടുത്ത് വിൽക്കുകയാണെങ്കിൽ എനിക്കൊരു 250 രൂപയ്ക്ക് പരിപ്പ് എനിക്ക് ആ സമയത്ത് വേണം. അപ്പൊ അതിന്റെ ഒരു ടൈറ്റ് അവിടെ ഇവിടെ എല്ലായിടത്തും ഉൽപ്പന്നം കിട്ടാത്ത അവസ്ഥയുണ്ട്. അങ്ങനെയില്ല. അതിപ്പോ ഈ AC ഒക്കെ ഉള്ളതുകൊണ്ട് അതൊന്നും അങ്ങനെ സംഭവിക്കാറില്ല. സീസണിലും അൺസീസണിലും ഒക്കെ ക്വാളിറ്റി ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെ പോകുന്നുണ്ട് ഇവരൊക്കെ ഉള്ളതുകൊണ്ട്. എന്തായാലും ഈ ധാന്യങ്ങൾക്കും വില ഉയരുന്നു എന്ന് തന്നെ അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നു. പല കാരണങ്ങൾ, ഇന്ധന വില ഉൾപ്പെടെയുള്ള കാരണങ്ങളെല്ലാം തന്നെ സ്വാഭാവികമായും അതിനെല്ലാം തന്നെ അതിന് ചേരുവകളാണ്. വില ഉയരാനുള്ള ഒരു കാരണങ്ങളെല്ലാം തന്നെ പെടുകയാണ്. എന്തായാലും സാധാരണക്കാരന് വലിയ രീതിയിൽ തിരിച്ചടി നേരിടുന്ന ഒരു കാലത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇന്ധനവില ഒരു കാരണമാകുന്നു. ഇതെല്ലാം വിഷയങ്ങൾ നേരിട്ട് ബാധിക്കുന്നത് സാധാരണക്കാരന് തന്നെയാണ്, യാതൊരുവിധ സംശയവുമില്ല. ഓണമെന്ന വലിയ ഉത്സവകാലം മലയാളിയുടെ അടുത്ത് വരുമ്പോൾ ഇത് തീർച്ചയായും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്നത് സ്പഷ്ടമാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ജാനി പോൾ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.